ടൗണിൽ വീണ്ടും പടയപ്പയുടെ വിളയാട്ടം. വെള്ളിയാഴ്ച പുലർച്ചെയാണ് കാട്ടാന മൂന്നാർ ടൗണിൽ ഇറങ്ങിയത്. വഴിയോര കടകൾ തകർക്കുകയും ചെയ്തു. RRPയും നാട്ടുകാരും ചേർന്ന് പടയപ്പയെ തുരത്തി. കുറെ നാളുകൾക്ക് ശേഷമാണ് മൂന്നാർ ടൗണിലേക്ക് പടയപ്പ എത്തുന്നത്. ആളുകൾക്ക് നേരെ അക്രമ സ്വഭാവം കാണിച്ചിട്ടില്ലെങ്കിലും നാട്ടുകാർക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് പടയപ്പ. മൂന്നാർ ടൗണിനോട് ചേർന്ന വഴിയോര കടകളാണ് പടയപ്പ തകർത്തത്. വഴിയോര കടകളുടെ മുകൾ ഭാഗം തകർത്ത് അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ കഴിച്ച ശേഷമാണ് പടയപ്പ മടങ്ങിയത്. നേരത്തെ ആളുകൾക്കിടയിൽ ഏറെ പ്രിയങ്കരനായിരുന്നു പടയപ്പ എന്ന ഈ കാട്ടാന. നല്ല അനുസരണയുള്ള കാട്ടാനയായിരുന്നു. നാട്ടിലിറങ്ങിയാലും കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ മടങ്ങുന്ന സ്വഭാവക്കാരനായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി പടയപ്പ കുറച്ചധികം കുഴപ്പങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മഹാപ്രശ്നക്കാരനായി മാറുകയാണ് പടയപ്പ. ചിലർ മനഃപൂർവ്വമായി ആനയെ പ്രകോപിപ്പിക്കുന്നതുകൊണ്ടാണ് ജനവാസ മേഖലയിലേക്ക് പടയപ്പ നിരന്തരം ഇറങ്ങുന്നതെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ആളുകൾക്ക് നേരെ അക്രമാസക്തമായ രീതിയിലൊന്നും ഈ കാട്ടുകൊമ്പൻ പാഞ്ഞടുക്കാറില്ലെങ്കിലും ഇപ്പോൾ നാട്ടുകാർക്ക് നിരന്തരം ഒരു തലവേദനയായി മാറുകയാണ് പടയപ്പ. പ്രധാനമായും വഴിയോര കച്ചവടക്കാർക്കാണ് പടയപ്പ നാശനഷ്ടങ്ങൾ വരുത്തുന്നത്. കാടിറങ്ങി വരുന്ന പടയപ്പ എന്ന ഈ കാട്ടുകൊമ്പൻ നാട്ടുകാർക്കെന്നും പ്രിയങ്കരനായിരുന്നു. നേരത്തെ ഇത്തരത്തിൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുകളോ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ പടയപ്പ ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ കുറച്ചു നാളുകളായി പടയപ്പ നിരന്തരം മൂന്നാർ ടൗണിലേക്ക് ഇറങ്ങുകയും കച്ചവട സ്ഥാപനങ്ങൾ തകർക്കുകയും ചെയ്യുന്നത് പതിവാണ്. മുൻകാലങ്ങളിൽ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴോ ആയിരുന്നു പടയപ്പ കാടിറങ്ങിയിരുന്നത്. നാട്ടിലേക്ക് ഇറങ്ങിയാൽ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതെ മടങ്ങി പോകുന്നതായിരുന്നു പതിവ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും ഏറെ പ്രിയങ്കരനായിരുന്നു പടയപ്പ. പടയപ്പ ഉണ്ടാക്കുന്ന ചെറിയ കുഴപ്പങ്ങളൊക്കെ അവന്റെ വികൃതികളായിട്ട് മാത്രമേ നാട്ടുകാർ കണ്ടിരുന്നുള്ളൂ. എന്നാൽ ഇന്നതല്ല അവസ്ഥ. നാളുകൾ കഴിയുന്തോറും പടയപ്പ ആളുകൾക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ കാട്ടുകൊമ്പന് പടയപ്പ എന്ന പേര് കിട്ടിയതിന് പിന്നെ ഒരു കഥയുണ്ട്. 1999 മൂന്നാർ മാട്ടുപ്പെട്ടിയിലെ ഒരു കടയിൽ സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റെ പടയപ്പ എന്ന സിനിമയിലെ എൻ പേര് പടയപ്പ എന്ന പാട്ട് ഉച്ചത്തിൽ പ്ലേ ചെയ്തു. ആ പാട്ട് കേട്ട് ഒരു കാട്ടുകൊമ്പൻ കടയ്ക്കടുത്തുള്ള ഒരു ജലസംഭരണിയിലെ വെള്ളത്തിൽ നിന്ന് താളം പിടിച്ച് ചുവടുവെച്ചു. അങ്ങനെ അവിടുത്തെ നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്നാണ് പടയപ്പ എന്ന പേര് കാട്ടുകൊമ്പന് നൽകിയത്. നാട്ടുകാർക്ക് സുപരിചിതനായ കാട്ടുകൊമ്പൻ പിന്നീട് പടയപ്പ എന്ന പേരിൽ അറിയപ്പെട്ടു. ആർക്കും ഒരു ദോഷവും ഉണ്ടാക്കാതെ വിനോദസഞ്ചാരികൾക്ക് വരെ പ്രിയപ്പെട്ടവനായി അവൻ ഇടയ്ക്കിടയ്ക്ക് കാടിറങ്ങി വന്നു. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും പടയപ്പയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇതുവരെയും ആരെയും ആക്രമിക്കുന്ന സ്വഭാവം ഉണ്ടായിട്ടില്ലെങ്കിലും അതിലേക്ക് കടക്കുമോ എന്ന ഭയം പലർക്കുമുണ്ട്.